സദ്യ ഏത് തന്നെ ആയാലും സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് കൂട്ടുകറി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. കൂട്ടുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കൂട്ടുകറിയാണ് തയ്യാറാക്കുന്നത്. കൂട്ടുകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കടല നന്നായിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് കടലയാണ് കഴുകിയ ശേഷം കുതിർത്തി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേനയും അതുപോലെ തന്നെ വാഴക്കയും ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 വാഴക്കയും അതുപോലെ തന്നെ ഒരു 200 ഗ്രാം ചേന എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ആദ്യം തന്നെ നമുക്ക് കുതിർത്തി എടുത്തിരിക്കുന്ന കടലയൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് കടല അതിൻ്റെ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കടല നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 4 വിസിലൊക്കെ വേണ്ടി വരും നമുക്ക് കടല വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതേസമയം തന്നെ നമുക്ക് പച്ചക്കായയും ചേനയും കൂടി വേവിച്ചെടുക്കാവുന്നതാണ്. ചേനയ്ക്ക് നല്ല വേവുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ നേരം അത് വേവിച്ചെടുക്കാൻ തന്നെ വേണം. ഇനി നമുക്ക് ചേനയും പച്ചക്കായും വേവുന്നതിന് ആവശ്യമായിട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ചേനയ്ക്ക് നല്ല വേവുള്ളത് കൊണ്ട് തന്നെ ആദ്യം വേവുന്നത് വരെ നല്ല ഹൈ സ്പീഡിൽ വെച്ചതിന് ശേഷം പിന്നെ ലോ സ്പീഡിൽ വെച്ചിട്ട് നമുക്ക് ചേന നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചേന വെന്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ വെന്തു എന്നാണ് അർത്ഥം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ഞാനിവിടെ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകവും തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചക്കായും അതുപോലെ തന്നെ ചേനയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ സമയം തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതിൻ്റെ ഗ്രേവിയോട് കൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഇത് കുറുകിയിട്ട് വരണം. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് കുറയാനുള്ളത് സ്വല്പം ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അരപ്പും ചേർത്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ ഗ്രേവി ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കേണ്ടതാണ്. തേങ്ങ ചേർത്തതിന് ശേഷം ഇതിൻ്റെ ഗ്രേവി കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചിട്ട് എടുക്കണം. ഇനി നമുക്കിതിലേക്ക് വറുത്തിടേണ്ട തേങ്ങയൊന്ന് റെഡിയാക്കിയെടുക്കാം. തേങ്ങ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് നന്നായിട്ടൊന്ന് മൂത്തിട്ട് വരുന്നത് വരേക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഇനി നമുക്കതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ്. ഞാനിപ്പോൾ ഒരു 3 വറ്റൽമുളകാണ് ഇതിലേക്ക് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അതിട്ടെടുത്ത് അതൊന്ന് മൂത്തിട്ട് വരുന്നവരെ അതൊന്ന് വഴറ്റിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും നന്നായിട്ടൊന്ന് താളിച്ചെടുക്കുക. ഇപ്പോൾ വറവൊക്കെ നന്നായിട്ട് താളിച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 3/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. ഒരു ബ്രൗണിഷ് നിറമാവുന്നത് വരെ വറുത്തെടുക്കാം. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ്. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരുന്നത് വരേക്കും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി അതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ തേങ്ങ നല്ല ബ്രൗണിഷ് നിറമായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങിയ ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. തേങ്ങയുടെ വറവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകറിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിരുന്നു. അത് വീഡിയോയിൽ നിന്ന് സ്കിപ്പായിട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ കൂട്ടുകറി തയ്യാറാക്കുമ്പോൾ ശർക്കര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.